കൊല്ലം ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ കോൺഗ്രസിനോ മറ്റു വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ കാര്യമായ വേരോട്ടമുണ്ടാക്കാൻ സാധിക്കാതിരുന്ന ജില്ലയാണ് കൊല്ലം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു.ഡി.എഫിനും അനുകൂലമായി പലപ്പോഴും കൊല്ലം മാറിയെങ്കിലും നിയമസഭയിൽ എക്കാലത്തും ഇടതുപക്ഷത്തോടായിരുന്നു കൊല്ലത്തിന്റെ കൂറ്. 1980-ൽ കോൺഗ്രസിലെ ബി.കെ. നായർ ഇവിടെ നിന്ന് ലോക്സഭയിലേക്ക് പോയി. പിന്നീട് എസ്. കൃഷ്ണകുമാർ 3 തവണ തുടർച്ചയായി ജയിച്ചു. 1996-ൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായ എൻ.കെ. പ്രേമചന്ദ്രനിലൂടെ മണ്ഡലം തിരിച്ചുപിടിച്ചു. 2 തവണ തുടർച്ചയായി പ്രേമചന്ദ്രൻ എൽ.ഡി.എഫ് എം.പിയായി. പിന്നീട് ആർ.എസ്.പിയിലെ പിളർപ്പിനെ തുടർന്ന് മണ്ഡലം സി.പി.എം ഏറ്റെടുത്തു. 1999-ലും 2004-ലും സി.പി.എമ്മിലെ പി. രാജേന്ദ്രൻ ജയിച്ചു. 2009-ൽ കോൺഗ്രസിലെ പീതാംബരക്കുറുപ്പ് ജയിച്ചു. 2014-ൽ എൽ.ഡി.എഫ് വിട്ട് ആർ.എസ്.പി യു.ഡി.എഫിൽ ചേർന്നപ്പോൾ എൻ.കെ. പ്രേമചന്ദ്രന് സീറ്റ് നൽകി. 3 തവണയായി പ്രേമചന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി.പി.എമ്മിനെ തോൽപ്പിച്ചു പോകുന്നു. എന്നാൽ ഇതൊന്നുമല്ല നിയമസഭയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും കഥ. അവിടെയൊക്കെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥികൾക്കു തന്നെയാണ് മേൽക്കൈ. കേരളത്തിൽ എക്കാലത്തും ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച ജില്ലകളിൽ ഒന്നു തന്നെയാണ് കൊല്ലം. പൊതുവിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള ഇടം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും തൊഴിലാളി പ്രസ്ഥാനത്തിനും ചോരയും നീരും കൊടുത്ത് വളർത്തിയ ജില്ലകളിലൊന്നാണ് കൊല്ലം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ 2 ഘട്ടങ്ങളിലൊഴികെ എക്കാലത്തും ഇടതുപക്ഷ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊല്ലം ജില്ല കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 11 നിയമസഭാ സീറ്റിലും ജയിച്ചത് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥികളായിരുന്നു. 2021-ൽ 9 സീറ്റുകൾ എൽ.ഡി.എഫിനൊപ്പം നിന്നു. 1991-ൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വീശിയ തരംഗത്തിൽ യു.ഡി.എഫ് മൊത്തം 6 സീറ്റുകളാണ് കൊല്ലത്ത് നേടിയത്. അതിൽ 4-ഉം ജയിച്ചത് കോൺഗ്രസും. കോൺഗ്രസിന് ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിജയം ലഭിച്ച സമയവും അതായിരുന്നു. കല്ലുവാതിക്കൽ ദുരന്തം ഉൾപ്പെടെ ജനരോഷം ആളിക്കത്തിയ 2001-ലെ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് വൻ വിജയമാണ് സ്വന്തമാക്കിയത്. യു.ഡി.എഫ് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയതും ആ സമയത്തായിരുന്നു. 8 സീറ്റിൽ യു.ഡി.എഫ് ജയിച്ചു കയറിയതിൽ 2 സീറ്റുകളിൽ വിജയിച്ചത് കോൺഗ്രസും. പിന്നീട് ഇന്ന് വരെ കോൺഗ്രസിനോ യു.ഡി.എഫിനോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലും മത്സരിക്കാൻ സാധ്യതയുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് ഈ സാഹചര്യത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ കാര്യമെടുക്കാം. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ യു.ഡി.എഫിന് ലഭിച്ച 2 സീറ്റുകളിൽ ഒന്ന് കൂടിയാണ് കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ എൽ.ഡി.എഫ് സീറ്റ് നൽകിയിരിക്കുന്നത് സി.പി.ഐക്കാണ്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സി.ആർ. മഹേഷാണ് ഇവിടെ നിന്നും മത്സരിച്ച് വിജയിച്ചത്. 2016-ൽ കരുനാഗപ്പള്ളി സി.പി.ഐക്കൊപ്പം നിൽക്കുകയായിരുന്നു. അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന സി.ആർ. മഹേഷിനെ തോൽപ്പിച്ച് സി.പി.ഐ സ്ഥാനാർത്ഥിയായ ആർ. രാമചന്ദ്രനായിരുന്നു ഈ മണ്ഡലത്തിൽ വിജയിച്ചത്. 2021-ലും അതേ മത്സരം കരുനാഗപ്പള്ളിയിൽ ആവർത്തിച്ചു. എന്നാൽ ഫലം നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചത്. കരുനാഗപ്പള്ളി ഓച്ചിറ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ സജീവമായി നിലനിന്ന വിഭാഗീയ വിഷയങ്ങളും മറ്റും മണ്ഡലത്തിൽ സി.പി.ഐയെ കുറച്ചൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾക്ക് ഇപ്പോഴും ശമനം വന്നിട്ടില്ല എന്നുള്ളതും അതിനിടയിൽ സി.പി.എമ്മിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളും കരുനാഗപ്പള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നുണ്ട്. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് തൊടിയൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പ്രതിനിധിയും സി.പി.ഐ അംഗവുമായ അഡ്വക്കേറ്റ് അനിൽ എസ്. കല്ലേലി ഭാഗം കരുനാഗപ്പള്ളി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ 2026 സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരങ്ങൾ. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ മികച്ച പ്രവർത്തനങ്ങളും പൊതുജന സമ്മതനാണെന്നുള്ള പ്രത്യേകതയും അനിലിനെ പിന്തുണയാകുന്നുണ്ട്. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കരുനാഗപ്പള്ളി കേന്ദ്രമായി നിലനിൽക്കുന്ന എൽ.ഡി.എഫിലെ വിഷയങ്ങൾ അത് സി.പി.എം ആയിരുന്നാലും സി.പി.ഐ ആയിരുന്നാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഇടതുപക്ഷത്തിനുണ്ട്. എന്നാൽ 6 മാസത്തിനുള്ളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളി ഓച്ചിറ ഉൾപ്പെടുന്ന മേഖലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച വിജയം സ്വന്തമാക്കിയാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും പ്രതിഫലിക്കും എന്നാണ് ഇടതുപക്ഷം കരുതുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി.ആർ. മഹേഷ് നേടിയ 29,208 വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിക്കുമെന്നും ഇടതുപക്ഷ മുന്നണി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ വിജയിക്കാൻ സാധിക്കുമെന്നുമുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എൽ.ഡി.എഫ്. കൊല്ലം ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു നിയമസഭാ മണ്ഡലമാണ് ചവറ. ചവറയുടെ രാഷ്ട്രീയ ചർച്ചകളെ എന്നും സജീവമാക്കിയത് ആർ.എസ്.പിയുടെ പേരാണ്. ആർ.എസ്.പിയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചതും ചവറ ഉൾപ്പെടുന്ന കൊല്ലം തന്നെ. ആർ.എസ്.പിയുടെ കോട്ടയായാണ് കൊല്ലത്തിലെ ചവറ അറിയപ്പെടുന്നത്. അത് എൽ.ഡി.എഫിലായാലും യു.ഡി.എഫിലായാലും അങ്ങനെ തന്നെയാണ്.
പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിലൊരാളായ ബേബി ജോണിനെ 3 പതിറ്റാണ്ട് നിയമസഭയിലേക്ക് എത്തിച്ച മണ്ഡലം കൂടിയാണ് ചവറ എന്നുള്ളത് കൂടി ഓർക്കണം. അച്ഛന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായ ബേബി ജോണിൻ്റെ മകൻ ഷിബു ബേബി ജോണിനെ ചവറയിലെ ജനങ്ങൾ 2 തവണ നിയമസഭയിലേക്ക് അയക്കുകയും ചെയ്തു. ഇതിനിടെ 2014 LDFിനൊപ്പം ഉണ്ടായിരുന്ന RSP ഇടതുമുന്നണി വിടുകയും പിന്നീട് UDFിനൊപ്പം ചേരുകയും ചെയ്തതോടെ ചവറയുടെ രാഷ്ട്രീയ ചരിത്രം കീഴ്മേൽ മറിയുകയായിരുന്നു. LDFിലുണ്ടായിരുന്ന RSP UDFിലേക്ക് പോയതോടെ LDFിന് നഷ്ടമായ മണ്ഡലം അടുത്ത തിരഞ്ഞെടുപ്പിൽ, അതായത് 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയൻ പിള്ളയിലൂടെ പാർട്ടി തിരിച്ചു പിടിക്കുകയും ചെയ്തു. 2021 വിജയൻ പിള്ളയുടെ മകൻ സുജിത്ത് വിജയൻ പിള്ള ഇന്നുള്ളതിൽ RSPയുടെ ഏറ്റവും അനിഷേധ്യ നേതാവായ ഷിബു ബേബി ജോണിനെ വീണ്ടും തോൽപ്പിച്ചു. ചുരുക്കത്തിൽ ഷിബു ബേബി ജോണിൻ്റെയും പ്രേമചന്ദ്രൻ്റെയും നേതൃത്വത്തിലുള്ള RSPക്ക് ഇപ്പോൾ ചവറയിൽ വലിയ റോളില്ല എന്നുള്ളതാണ്. എന്തായാലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുജിത്ത് വിജയൻപിള്ള തന്നെ ചവറ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. സുജിത്ത് വിജയൻപിള്ള അടുത്ത MLA സ്ഥാനാർത്ഥിയായി എന്നുള്ള രീതിയിൽ ചവറയിൽ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൽ RSPയുടെ കുത്തക മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ നിയമസഭാ മണ്ഡലം. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന SSC സംവരണ മണ്ഡലമാണ് കുന്നത്തൂർ. കുന്നത്തൂർ, മൈനാഗപ്പള്ളി, പോരുവഴി, ശാസ്താംകോട്ട, ശൂരനാട് വടക്ക്, ശൂരനാട് തെക്ക്, പടിഞ്ഞാറേക്കല്ലട, മൺട്രോത്തുരുത്ത്, കിഴക്കേക്കല്ലട, പവിത്രേശ്വരം എന്നീ പഞ്ചായത്തുകൾ അടങ്ങിയതാണ് കുന്നത്തൂർ നിയമസഭാ മണ്ഡലം. RSPയുടെ കുത്തക മണ്ഡലമാണെങ്കിൽ കൂടി കൊല്ലം ജില്ലയിൽ ഇടതുമുന്നണിയോട് സ്ഥിരമായി കൂറുപുലർത്തുന്ന മണ്ഡലമാണ് കുന്നത്തൂർ. 1957 മുതലുള്ള ചരിത്രം നോക്കിയാൽ 12 തവണയും മണ്ഡലം ഇടതുമുന്നണിക്ക് ഒപ്പമാണ് നിന്നത്. കഴിഞ്ഞ 20 വർഷമായി കോവൂർ കുഞ്ഞുമോനാണ് കുന്നത്തൂരിൻ്റെ MLA എന്ന പ്രത്യേകതയുമുണ്ട്. 2001 മുതൽ 2016 വരെ RSPയുടെ ഭാഗമായും 2016 RSP LDF വിട്ട UDFിനൊപ്പം ചേർന്നപ്പോൾ RSP ലെനിസ്റ്റ് പാർട്ടി രൂപീകരിച്ചും കുഞ്ഞുമോൻ LDFിനൊപ്പം നിന്നു. 5ാം തവണയും കോവൂർ കുഞ്ഞുമോൻ തന്നെയായിരിക്കും മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി എന്നാണ് അറിയാൻ കഴിയുന്നത്. സംവരണ മണ്ഡലമായതും കോവൂർ കുഞ്ഞുമോൻ എന്ന ജനപ്രതിനിധിക്ക് പകരം വയ്ക്കാൻ RSPക്ക് മറ്റൊരാളില്ലാത്തതും അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ്. മണ്ഡലത്തിലെ ജനകീയനായ ജനപ്രതിനിധി എന്ന നിലയിൽ മികച്ച വിജയം സ്വന്തമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കുഞ്ഞുമോൻ്റെ കണക്കുകൂട്ടൽ. അടുത്തതായി കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് വരാം. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയും എഴുകോൺ, കരിപ്ര, മൈലം, കുളക്കട, നെടുവത്തൂർ, ഉമ്മന്നൂർ, വെളിയം എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം. ഇടതുപക്ഷത്തിന് വളക്കൂറുണ്ടെങ്കിലും കേരള കോൺഗ്രസ് നേതാവ് R. ബാലകൃഷ്ണപിള്ളയുടെ പേരിനൊപ്പം ചേർത്തുവച്ച മണ്ഡലമാണ് കൊട്ടാരക്കര. മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോനും CPI നേതാവും മന്ത്രിയുമായ E. ചന്ദ്രശേഖരൻ നായരും ജയിച്ചു വന്ന മണ്ഡലം. 1970 കോട്ടറ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അട്ടിമറി ജയം നേടിയതോടെയാണ് കൊട്ടാരക്കരയുടെ ചരിത്രം മാറുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ R. ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയുടെ MLA ആയി 5 തെരഞ്ഞെടുപ്പ് നീണ്ട UDF ചായ്വിന് അന്ത്യം കുറിച്ച് 2006 മുതൽ ഐഷ പോറ്റിയിലൂടെ മണ്ഡലം LDF തിരിച്ചു പിടിക്കുകയായിരുന്നു. CPM സംസ്ഥാന സമിതി അംഗവും നിലവിൽ സംസ്ഥാന ധനമന്ത്രിയുമായ KN ബാലഗോപാലാണ് മണ്ഡലത്തിൽ MLA. 2016 മികച്ച പാർലമെൻറ്റ് അംഗത്തിനുള്ള സൻസദ് പുരസ്കാരം നേടിയ ബാലഗോപാൽ മത്സരത്തിനെത്തുമ്പോൾ തന്നെ അന്ന് മണ്ഡലത്തിൽ വിജയം ഉറപ്പായിരുന്നു. എന്തായാലും ഇപ്പോഴും കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ KN ബാലഗോപാൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സംസ്ഥാന മന്ത്രിയാണ് എന്നുള്ള പരിഗണനയും ജനപ്രിയ നേതാവാണ് എന്നുള്ളതും KN ബാലഗോപാലിനെ ഉറപ്പായും തുണയാകുമെന്ന് തന്നെയാണ് CPM കണക്ക് കൂട്ടുന്നത്. ഇനി പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിലേക്ക് വരാം. പത്തനാപുരം താലൂക്കിലെ പത്തനാപുരം, പട്ടാഴി, പട്ടാഴി വടക്കേക്കര, പിറവന്തൂർ, തലവൂർ, വിളക്കുടി എന്നീ പഞ്ചായത്തുകളും കൊട്ടാരക്കര താലൂക്കിലെ മേലില, വെട്ടിക്കവല എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് പത്തനാപുരം നിയമസഭാ മണ്ഡലം. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണിത്. എന്നാൽ വ്യക്തിപരമായ മികവോടെ 2016 വരെ KB ഗണേഷ് കുമാർ ഇവിടെ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2016 ഇവിടെ കേരള കോൺഗ്രസ് B സ്ഥാനാർത്ഥിയായ KB ഗണേഷ് കുമാർ LDF പാനലിലാണ് മത്സരിച്ചത്, വിജയിച്ചതും. 1957 മുതൽ 2011 വരെ ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ ആദ്യകാലങ്ങളിൽ കൃത്യമായ ഇടതുപക്ഷ ചായ്വ് കാണിച്ച മണ്ഡലമാണ് പത്തനാപുരം. എന്നാൽ 2001 മുതൽ കേരള കോൺഗ്രസ് B മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. അന്ന് കേരള കോൺഗ്രസ് B UDF പക്ഷത്തായിരുന്നു. 14 തവണ നടന്ന തിരഞ്ഞെടുപ്പിൽ 9 തവണ CPI സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ 2001 കേരള കോൺഗ്രസ് B ഗണേഷ് കുമാറിനെ ഇറക്കി മണ്ഡലം പിടിച്ചെടുത്തു. നിലവിൽ മന്ത്രിയും മലയാള സിനിമാ താരവുമായ KB ഗണേഷ് കുമാർ തന്നെയാണ് പത്തനാപുരം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA.
പത്തനാപുരത്തു നിന്നും 2001 CPI നേതാവ് പ്രകാശ് ബാബുവിനെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നു ചേരുന്നത്. AK ആന്റണി മന്ത്രിസഭയിൽ അദ്ദേഹം ഗതാഗത മന്ത്രിയായിരുന്നു. 2003 ഒരു കേസ് സംബന്ധമായി മന്ത്രിസ്ഥാനം രാജിവെച്ച് പിതാവായ RB ബാലകൃഷ്ണപിള്ളയ്ക്ക് വീണ്ടും മന്ത്രി പദവിയിലേക്ക് വഴിയൊരുക്കാനായി ഗണേഷ് കുമാർ തയ്യാറായി. ഇന്ന് UDF ബന്ധം വിട്ട് ഇടതുപക്ഷവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പത്തനാപുരത്തു നിന്നും MLA സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിക്കുന്നത് KB ഗണേഷ് കുമാർ തന്നെയായിരിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. കൊല്ലം ജില്ലയിലെ മറ്റൊരു പ്രധാന മണ്ഡലമാണ് പുനലൂർ നിയമസഭാ മണ്ഡലം. പുനലൂർ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ, അതായത് 2021 CPIയിലെ PS സുബാൽ മൂന്നാം തവണയും പുനലൂരിന്റെ MLA ആകുന്നത്. 37,007 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുൻ MLAയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ അദ്ദേഹം പരാജയപ്പെടുത്തിയത്. PS സുബാലിന് 80,428 വോട്ടും അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് 43,421 വോട്ടുകളും NDA സ്ഥാനാർത്ഥി ആയൂർ മുരളിക്ക് 20,969 വോട്ടുകളുമാണ് ലഭിച്ചത്. CPIയുടെ ഉറച്ച മണ്ഡലമെന്ന് കണക്ക് കൂട്ടുന്ന പുനലൂരിൽ ഇത്തവണയും PS സുബാൽ തന്നെ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 4ാം തവണയാണ് സുബാൽ മത്സരിക്കുന്നതെങ്കിലും മണ്ഡലത്തിലെ നിലവിലെ സാഹചര്യം അനുസരിച്ച് അദ്ദേഹത്തിന് മികച്ച ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് CPI കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഇനി ചടയമംഗലം നിയമസഭാ നിയോജക മണ്ഡലം. CPIയുടെ ഉറച്ച കോട്ടയാണ് ചടയമംഗലം. ചടയമംഗലം, അലയമൺ, ചിതറ, ഇട്ടിവ, കുമ്മിൾ, കടയ്ക്കൽ, നിലമേൽ, വെളിനല്ലൂർ, ഇളമാട് പഞ്ചായത്തുകൾ ചേർന്നതാണ് ചടയമംഗലം നിയമസഭാ മണ്ഡലം. നെടുവത്തൂർ മണ്ഡലത്തിലുണ്ടായിരുന്ന വെളിനല്ലൂരും പുനലൂരിലെ അലയമൺ പഞ്ചായത്തും പിന്നീടാണ് ചടയമംഗലത്തിനൊപ്പം ചേർന്നത്. 14 തവണ CPI MLAമാരെ നിയമസഭയിൽ എത്തിച്ച ചരിത്രമാണ് ഈ മണ്ഡലത്തിന്. വെളിയം ഭാർഗവൻ, E ചന്ദ്രശേഖരൻ നായർ, MN ഗോവിന്ദൻ നായർ തുടങ്ങിയ പ്രമുഖരെ വിജയിപ്പിച്ച മണ്ഡലമാണിത്. CPI ദേശീയ കൗൺസിൽ അംഗവും മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റുമായ J ചിഞ്ചുറാണിയായിരുന്നു കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി. മികച്ച ഭൂരിപക്ഷത്തിലാണ് അവർ അന്ന് വിജയിച്ചത്. കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ചിഞ്ചുറാണിക്ക് പകരം പ്രാദേശിക നേതാവ് A മുസ്തഫയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യമുയർത്തി പരസ്യ പ്രതിഷേധമുയർന്നിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ അതൊന്നും പ്രതിഫലിച്ചില്ല. KPCC ജനറൽ സെക്രട്ടറി ഇമാം നസീറിനെ പരാജയപ്പെടുത്തി ചിഞ്ചുറാണി അന്ന് വലിയ വിജയം നേടുകയായിരുന്നു. ഇനി കുണ്ടറ നിയമസഭാ മണ്ഡലം. ഒരർത്ഥത്തിൽ ഇടതിനെയും വലതിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന മണ്ഡലമാണ് കുണ്ടറ. കശുവണ്ടി വ്യവസായത്തിന് പേരുകേട്ട നാടാണ് കുണ്ടറ. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിൻ്റെ നാട്ടിൽ J മേഴ്സിക്കുട്ടി അമ്മയായിരുന്നു അവസാനത്തെ ഇടതുപക്ഷ MLA. മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രതിനിധീകരിച്ച MLAയും മേഴ്സിക്കുട്ടി അമ്മയാണ്. നിലവിൽ മണ്ഡലം കോൺഗ്രസിൻ്റെ കയ്യിലാണ്. PC വിഷ്ണുനാഥ് ആണ് കുണ്ടറ നിയമസഭാ മണ്ഡലത്തിലെ MLA. കുണ്ടറ, ഇളമ്പള്ളൂർ, കൊറ്റങ്കര, നെടുമ്പന, പേരയം, പെരിനാട്, തൃക്കോവിൽവട്ടം എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് കുണ്ടറ മണ്ഡലം. കൂടുതൽ തവണയും ഇടതിനൊപ്പമാണ് മണ്ഡലം നിന്നതെങ്കിലും ആരോടും സ്ഥിരമായ സ്നേഹം കാണിക്കാത്ത രാഷ്ട്രീയ ചരിത്രമാണ് കുണ്ടറയ്ക്ക് പറയാനുള്ളത്. 2006 വരെയുള്ള തെരഞ്ഞെടുപ്പിൽ മാറി മാറി ഇരു മുന്നണികളെയും സഹായിച്ച പാരമ്പര്യമാണ് കുണ്ടറയ്ക്കുള്ളത്. മണ്ഡലത്തെ വിവിധ കാലഘട്ടങ്ങളിലായി ഏറ്റവും കൂടുതൽ കാലം പ്രതിനിധീകരിച്ചത് ഇടതുപക്ഷ MLA J മേഴ്സിക്കുട്ടി അമ്മയാണ്. 1987, 1996, 2016 എന്നീ വർഷങ്ങളിലായി 3 തവണയാണ് മേഴ്സിക്കുട്ടിയമ്മ കുണ്ടറയുടെ MLA ആയത്. ഏറ്റവും കൂടുതൽ തവണ കുണ്ടറയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയും മേഴ്സിക്കുട്ടിയമ്മയാണ്. ഇതുവരെ 6 തെരഞ്ഞെടുപ്പുകളിലാണ് മേഴ്സിക്കുട്ടിയമ്മ മത്സരിച്ചത്. അതിൽ 3 വട്ടം വിജയിക്കുകയും 3 വട്ടം പരാജയപ്പെടുകയും ചെയ്തു. കശുവണ്ടി തൊഴിലാളി വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലം കൂടിയാണ് കുണ്ടറ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറയിൽ നിന്നും മത്സരിക്കുവാനായി 2 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിലവിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PK ഗോപന്റെയും മുൻ MLA ആയ മേഴ്സിക്കുട്ടി അമ്മയുടെയും പേരുകളാണ് അവ രണ്ടും. ഇതിൽ PK ഗോപനാണ് സാധ്യത കൂടുതലെങ്കിലും നിർണായകമായ ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ മേഴ്സിക്കുട്ടിയമ്മ 7ാമതും കുണ്ടറയിലെ സ്ഥാനാർത്ഥിയായേക്കാമെന്നാണ് സൂചനകൾ. കൊല്ലം ജില്ലയിലെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ 2006 മുതൽ തുടർച്ചയായി ഇടതുപക്ഷമാണ് കൊല്ലത്ത് വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. 2 തവണ PK ഗുരുദാസനും 2 തവണ മുകേഷും മണ്ഡലത്തിൽ വിജയിച്ചു. മത്സ്യത്തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും ജില്ലയുടെ പ്രധാന വോട്ട് ബാങ്കായ മണ്ഡലത്തിൽ തുടർഭരണം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ മുകേഷിനെ ഇടതുപക്ഷം വീണ്ടും മത്സരിപ്പിച്ചത്. എന്തായാലും മുകേഷ് അന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ കാത്തു. 2016 ഭൂരിപക്ഷം കുറവായിരുന്നു എങ്കിലും UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ 3000-ലധികം വോട്ടുകൾക്ക് തോൽപ്പിക്കാൻ മുകേഷിന് കഴിഞ്ഞു. ഇത്തവണ മുകേഷിന് കാര്യങ്ങൾ അത്രത്തോളം എളുപ്പമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല തുടർച്ചയായി 2 തവണ മത്സരിച്ച് വിജയിച്ചതുകൊണ്ട് തന്നെ മുകേഷിനെ ഇത്തവണ മത്സരിപ്പിക്കേണ്ട എന്നാണ് CPM തീരുമാനമെടുത്തിരിക്കുന്നത് എന്നും അറിയാൻ കഴിയുന്നു.
കൊല്ലത്ത് LDF സ്ഥാനാർത്ഥിയായി ആര് മത്സരിക്കുമെന്നുള്ള കാര്യത്തിലാണ് പ്രധാനമായും ഇപ്പോൾ ചർച്ച നടക്കുന്നത്. പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കുണ്ടറ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ PK ഗോപൻ LDF സ്ഥാനാർത്ഥിയാകുമെങ്കിൽ കൊല്ലത്ത് മത്സരിക്കാൻ ഒരു വനിതാ സ്ഥാനാർത്ഥി എത്തുമെന്നാണ് വിവരങ്ങൾ. കാരണം ജില്ലയിലെ വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കേണ്ടത് CPMന്റെ നിലപാടിൻ്റെ കൂടി വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കൊല്ലം കോർപ്പറേഷനിലെ മേയറായിരുന്ന CPM നേതാവ് പ്രസന്ന ഏണസ്റ്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി എത്തുമെന്നാണ് വിവരങ്ങൾ. 4 തവണ കൊല്ലം കോർപ്പറേഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസന്ന ഏണസ്റ്റ് 2 തവണ കൊല്ലം മേയറായും ചുമതലയേറ്റിട്ടുണ്ട്. മണ്ഡലത്തിലെ ജനകീയ മുഖമായ പ്രസന്ന ഏണസ്റ്റ് മത്സരിച്ചാൽ മണ്ഡലം 5-ാം തവണയും LDFന് തന്നെ സ്വന്തമാകുമെന്നാണ് CPM കണക്കുകൂട്ടൽ. അതേസമയം കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മ തന്നെ മത്സരിക്കുമെങ്കിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ PK ഗോപൻ സ്ഥാനാർത്ഥിയായി എത്തും എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ 9 പ്രാവശ്യം RSP വിജയിച്ച് നിയമസഭയിലെത്തിയ മണ്ഡലം ആണ് ഇരവിപുരം. 2016-ലാണ് CPM ആ മണ്ഡലം പിടിച്ചെടുത്തത്. RSPയുടെ ഉറച്ച കോട്ടകളിൽ ഒന്നായിരുന്ന ഇരവിപുരം നിയമസഭാ മണ്ഡലം ഇടതുമുന്നണി വിട്ട് RSP UDFിലെത്തിയതോടെയാണ് മണ്ഡലത്തിൽ CPMും RSPയും തമ്മിൽ മത്സരം ആരംഭിച്ചത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ RSP വെള്ളം കുടിക്കുന്ന കാഴ്ചകളാണ് മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞത്. കൊല്ലം നഗരസഭയുടെ 14-15 വാർഡുകളും 20 മുതൽ 41 വരെയുള്ള വാർഡുകളും കൊല്ലം താലൂക്കിൽ ഉൾപ്പെടുന്ന മയ്യനാട് എന്ന പഞ്ചായത്തും ചേർന്നതാണ് ഇരവിപുരം നിയമസഭാ മണ്ഡലം. CPMിലെ നൗഷാദാണ് നിലവിൽ മണ്ഡലത്തിലെ MLA. 2016-ൽ RSPയുടെ അസീസിനെ അട്ടിമറിച്ച് നൗഷാദ് മണ്ഡലത്തിൽ വിജയം സ്വന്തമാക്കുകയായിരുന്നു. 1957-ലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയുടെ P. രവീന്ദ്രനാണ് ഇരവിപുരത്തു നിന്ന് വിജയിച്ചത്. 1960-ലും അദ്ദേഹം വിജയം ആവർത്തിച്ചു. എന്നാൽ 1967-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ചരിത്രം മാറി. കൊല്ലം ജില്ലയിൽ RSP ശക്തരായി മാറി. ഇതോടെ ഇരവിപുരം മണ്ഡലത്തിൽ നിന്നും സ്വന്തം സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് നിയമസഭയിലെത്തിക്കാൻ RSPക്ക് കഴിഞ്ഞു. 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ RSP ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച് UDFിലെത്തി. എന്നാൽ പകരത്തിന് പകരമെന്ന രീതിയിൽ നൗഷാദിലൂടെ CPM മണ്ഡലം പിടിച്ചെടുത്തു. ഇത്തവണയും മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മറ്റാരുടെയും പേരുകൾ പട്ടികയിലെത്തിയിട്ടില്ല. നൗഷാദ് തന്നെ CPM സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അതിനായുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും നൗഷാദ് മണ്ഡലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്ന മണ്ഡലമാണ് ചാത്തന്നൂർ. LDFിൽ CPIക്കാണ് മണ്ഡലം നൽകിയിരിക്കുന്നത്. 2011-ലൊഴികെ എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചവർ ഭരണപക്ഷത്തിരുന്ന ഒരു പ്രത്യേകതയും മണ്ഡലത്തിന് അവകാശപ്പെടാനുണ്ട്. 14 തെരഞ്ഞെടുപ്പുകളിൽ 11 തവണയും CPI വിജയിച്ച മണ്ഡലം കൂടിയാണ് ചാത്തന്നൂർ. 2 തവണ കോൺഗ്രസും 1 തവണ സ്വതന്ത്രനും നേട്ടമുണ്ടാക്കി. CPI തങ്ങളുടെ ഉറച്ച കോട്ട എന്ന് അവകാശപ്പെടുന്ന ചാത്തന്നൂർ മണ്ഡലത്തിൽ ഇത്തവണ ജയലാൽ മത്സരിക്കാൻ ഉണ്ടാകില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ 3 തവണയായി ജയലാൽ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ MLAയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി BJP 2-ാം സ്ഥാനത്തെത്തുന്ന മണ്ഡലമായതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തന്നെയാണ് CPI ലക്ഷ്യമിടുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗവും ഹോർട്ടികോപ്പ് ചെയർമാനുമായ അഡ്വക്കേറ്റ് ES വേണുഗോപാൽ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമെന്നാണ് വിവരങ്ങൾ. വേണുഗോപാലിലൂടെ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന് തന്നെയാണ് CPIയുടെ പ്രതീക്ഷയും. ഇടതുപക്ഷത്തെ ചതിക്കാത്ത ജില്ലയാണ് കൊല്ലം എന്ന് കാലങ്ങളായി പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം അത്രത്തോളം വിശ്വാസ്യത നൽകുന്ന ഒരു ജില്ല കൂടിയാണ് കൊല്ലം. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. എന്നാൽ 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 എണ്ണം UDFിനൊപ്പം നിന്നു. ഈ മണ്ഡലങ്ങൾ കൂടി പിടിച്ചെടുത്ത് ഇത്തവണ വീണ്ടും 100-ൽ 100 തികയ്ക്കണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് LDF കൊല്ലത്ത് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്.